പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ കുത്തിയിരിപ്പ് സമരം ഏതാണ്ട് 1 മണിക്കൂർ പിന്നിടുകയാണ്. CJP വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിക്കൊപ്പമാണ് രാഹുൽ ഡൽഹിയിലെ പാർലമെന്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. അവിടെ കേസെടുക്കാനുള്ള ആവശ്യം അത് തുടർച്ചയായി തന്നെ അധികൃതർ പോലീസുകാർ അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് രാഹുൽ ഗാന്ധി വിദ്യാർത്ഥിക്കൊപ്പം എത്തിയിട്ടുള്ളത്. പോലീസ് സ്റ്റേഷനകത്ത് കയറി കേസെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചെങ്കിലും അത് നിരാകരിക്കപ്പെട്ടതോടെയാണ് രാഹുൽ ഗാന്ധി പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. ഒരുപക്ഷെ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ കൂടി ആ പ്രതിഷേധത്തിന് പിന്തുണയുമായി എത്തും. അതേസമയം വലിയ സമ്മർദ്ദം കൂടി കേന്ദ്ര സർക്കാരിന് ഉണ്ടാക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ പ്രതിഷേധം. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി അവിടെ നിന്ന് മാറ്റാനുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുനയിപ്പിച്ച് അവിടെ നിന്ന് നീക്കാനുള്ള ശ്രമങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു കേസെടുക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ അവിടെ നിന്ന് മാറില്ല എന്ന ഉറച്ച നിലപാടിലാണ് രാഹുൽ ഗാന്ധി ഉള്ളത്. അദ്ദേഹത്തിന് ഒരുപക്ഷെ പിന്തുണയുമായി കൂടുതൽ നേതാക്കൾ കൂടി സംഭവസ്ഥലത്തേക്ക് എത്തിയേക്കാം എന്നുള്ള റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. റഷീദ്, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്തായാലും അവിടെ നിന്ന് പിൻവാങ്ങുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്ന് തന്നെ പറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്റ്റേഷന്റെ ചുമതലയുള്ള ആളുകളല്ലാതെ തന്നെ പ്രതിപക്ഷ നേതാവാണ്. അതുകൊണ്ട് കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഒരുപക്ഷെ സ്ഥലത്തെത്താനും അദ്ദേഹത്തെ അനുനയിപ്പിക്കാനും ചർച്ചകൾ നടത്താനും അദ്ദേഹത്തിന്റെ ആവശ്യം പരിഗണിക്കാനും ഒക്കെയുള്ള സാധ്യതകൾ കൂടിയില്ലേ? അത്തരം ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടോ? ാണ് കാരണം പ്രതിപക്ഷ നേതാവ് ഇവിടെ കുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു കൂടിയാലോചനകൾ ഇതിനോടകം തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. DSP നേരത്തെ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞത് ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് ഞങ്ങൾ സംവദിക്കുകയാണ്, അതുവരെ അങ്ങ് ഈ പ്രതിഷേധത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പിരിഞ്ഞു പോകണം എന്നുള്ളതായിരുന്നു. പക്ഷെ അദ്ദേഹം വ്യക്തമാക്കുന്നത് ഏതെങ്കിലും തരത്തിൽ മറുപടി ലഭിക്കാതെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. തന്റെ ആവശ്യത്തിൽ വിദ്യാർത്ഥികളുടെ സത്യത്തിനൊപ്പം താൻ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അങ്ങനെ താൻ പിരിഞ്ഞു പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള പോലീസ് നടപടി തന്നെയായിരിക്കും ഉണ്ടാവുക. പ്രത്യേകിച്ചും ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കുപോക്ക് ഉണ്ടാകില്ല. ഈ കേസ് പൂർണ്ണമായിട്ടും പരാതി പൂർണ്ണമായിട്ടും തള്ളിപ്പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തും. അങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല. താൻ എത്തിയിട്ടുള്ള ഈ വിദ്യാർത്ഥി, പരിക്കേറ്റിട്ടുള്ള വിദ്യാർത്ഥിക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന ആശയം. എന്തായാലും 1 മണിക്കൂറോളം പിന്നിടുകയാണ് ഈ കുത്തിയിരിപ്പ് സമരം എന്ന് പറയുന്നത്. കനത്ത ചൂടാണ് ഡൽഹിയിൽ അനുഭവപ്പെടുന്നത്. ഈ ചൂടിനെയും വകമാറ്റിക്കൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഈ പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്. അതേസമയം കൂടുതൽ നേതാക്കളിലെത്താൻ ഇങ്ങോട്ടേക്ക് സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഈ നേതാക്കളെ പൂർണ്ണമായിട്ടും തടയുന്ന ഒരു സമീപനത്തിലേക്ക് കൂടി ഡൽഹി പോലീസ് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. ഈ പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ്, കവാടം അത് പൂർണ്ണമായിട്ടും ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. കൂടുതൽ നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത് പൂർണ്ണമായിട്ടും തടയുക എന്നുള്ളതാണ് ഡൽഹി പോലീസിന്റെ ഉദ്ദേശം. അതോടൊപ്പം തന്നെ മറ്റു കോൺഗ്രസ് പ്രവർത്തകർ കൂടി ഇക്കാര്യം ഈ രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായിട്ട് ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവരെ കൂടി തടഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനത്തിലേക്ക് തന്നെയാണ് പോലീസ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. എന്തായാലും ഇനി ഇതൊരു രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം രാജ്യതലസ്ഥാനത്താണ് ഇങ്ങനെ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ എത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി കുത്തിയിരിപ്പ് സമരം നടത്തുന്നത്. ഈ സമരത്തിന് ഐക്യദാർഢ്യവുമായിട്ട് എത്തുന്ന മറ്റു പ്രതിഷേധക്കാരെ വിദ്യാർത്ഥികൾ പോലീസ് തടയുന്ന ഒരു സമീപനത്തിലേക്ക് കൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. എന്തായാലും നിലവിൽ ഈ മറുപടി കൃത്യമായിട്ട് ലഭിക്കുന്നത് വരെ താൻ പിരിഞ്ഞു പോകില്ല എന്നുള്ളതാണ്. അതേസമയം അദ്ദേഹത്തെ ഇവിടെ നിന്ന് മാറ്റാനായിട്ട് പല ശ്രമങ്ങളും പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. സംയമന ചർച്ചകൾ അടക്കം നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ അതെല്ലാം തന്നെ വകമാറ്റിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ വലിയ പ്രതിഷേധം തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. യെസ്, 1 മണിക്കൂറിലധികമായ പ്രതിഷേധവും കുത്തിയിരിപ്പ് സമരവും തുടരുകയാണ്. രാഹുൽ ഗാന്ധിയോട് പിരിഞ്ഞു പോകണമെന്ന സ്റ്റേഷൻ ചുമതലയുള്ള ആളുകൾ പോലും ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം അതിന് തയ്യാറാകുന്നില്ല. പെല്ലറ്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് കേസെടുക്കുന്നത് വരെ അവിടെ തുടരും, അല്ലെങ്കിൽ എന്തുകൊണ്ട് കേസെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിശദീകരണം പോലീസിന്റെ ഭാഗത്തുണ്ടാകണമെന്നൊരാവശ്യം ഉന്നയിക്കുമ്പോൾ നേരത്തെ പോലീസ് സ്റ്റേഷനിലെത്തി ചർച്ച നടത്തിയെങ്കിലും അത്തരമൊരു കൃത്യമായ വിശദീകരണം രാഹുൽ ഗാന്ധിക്ക് നൽകാൻ പോലീസ് അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പരിക്കേറ്റ വിദ്യാർത്ഥിക്കൊപ്പം അദ്ദേഹം അവിടെ കുത്തിയിരിപ്പ് സമരം നടത്തുന്നത്. ഒരുപക്ഷെ വലിയ പ്രക്ഷോഭങ്ങളുടെ ഒരു തുടക്കമാകാനുള്ള സാധ്യത കൂടി കാണേണ്ടതുണ്ട്. കൂടുതൽ നേതാക്കൾ രാഹുൽ ഗാന്ധിക്കൊപ്പം ജോയിൻ ചെയ്യാനുള്ള സാധ്യത. പക്ഷേ പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. അത്തരത്തിലുള്ള കൂടുതൽ ആളുകൾ എത്തുന്നത് തടയാനുള്ള നീക്കം കൂടെ പോലീസിന്റെ ഭാഗത്തുണ്ട്. അതിനിടെ തന്നെ പ്രതിപക്ഷ നേതാവിനെ അനുനയിപ്പിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രോമിസ് നൽകിക്കൊണ്ട് അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങളുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഉടൻ തന്നെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഇടപെടലുകൾ നടത്തുന്നുണ്ട്, ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നുള്ള തീരുമാനം കൂടിയാണ്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ പ്രതിഷേധം എന്ന് തന്നെയാണ്. നേരത്തെ പാർലമെന്റിലടക്കം പെല്ലറ്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു വർഷകാല സമ്മേളനം മുഴുവൻ അവിടെ പാർലമെന്റിന് മുന്നിൽ, പാർലമെന്റിനകത്ത് പ്രതിപക്ഷ
പ്രതിപക്ഷം പ്രതിഷേധിച്ചിട്ടും ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ പോലും ആഭ്യന്തരമന്ത്രി തയ്യാറായിരുന്നില്ല. പെല്ലറ്റ് ആക്രമണത്തിന് ആരാണ് അനുമതി നൽകിയതെന്ന ചോദ്യത്തിന് പോലും കേന്ദ്രം മറുപടി പറയാൻ തയ്യാറായിരുന്നില്ല. ഈ ഒരു സാഹചര്യം നിലനിൽക്കെയാണ് അത്തരത്തിൽ പെല്ലറ്റ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരു വിദ്യാർത്ഥിയെ തന്നെ കൊണ്ടുപോയിരിക്കുന്നത്.